പകർച്ചവ്യാധി ഭീഷണിയിൽ സംസ്ഥാനം. പകർച്ചപ്പനി ബാധിച്ച് 13,025 പേരാണ് ഇന്നലെ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവ മൂലം ഇന്നലെ 4 പേർ മരിച്ചു. വയനാട്ടിൽ ഖോളിയാടിയിൽ 7 വിദ്യാർത്ഥികൾക്കും കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഷിഗല്ല സ്ഥിരീകരിച്ചു. സംസ്ഥാനം പകർച്ചവ്യാധി ഭീഷണിയിൽ. പിടിവിട്ട് ഷിഗല്ലയും ഡെങ്കിപ്പനിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും. വയനാട് കോളിയാട് മാർ ബെസിലിയോസ് AUP സ്കൂളിലെ 7 വിദ്യാർത്ഥികൾക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. ജില്ലയിൽ ഇതുവരെ ഷിഗല്ല സ്ഥിരീകരിച്ചവരുടെ എണ്ണം 16 കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരന് ഷിഗല്ല സ്ഥിരീകരിച്ചു. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണ്. പ്രദേശത്ത് പ്രതിരോധ നടപടികൾ ഊർജിതമാക്കി. ഇന്നലെ 134 പേർക്ക് ഡെങ്കിപ്പനിയും 11 പേർക്ക് എലിപ്പനിയും 34 പേർക്ക് മഞ്ഞപ്പിത്തവും 108 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്നിവ ബാധിച്ച് 4 പേരാണ് ഇന്നലെ മരിച്ചത്. 265 പേർക്കാണ് ഈ മാസം മഞ്ഞപ്പിത്തം ബാധിച്ചത്. ബുധനാഴ്ച 72 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും 4 പേർക്ക് മലേറിയയും സ്ഥിരീകരിച്ചിരുന്നു. പകർച്ചപ്പനി ബാധിച്ച് ഇന്നലെ 13,025 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. പകർച്ചവ്യാധി വ്യാപനം രൂക്ഷമാകുമ്പോഴും ആരോഗ്യവകുപ്പിന്റെ ഇടപെടൽ കാര്യക്ഷമമല്ലെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. ഇതിനിടെ തിരുവനന്തപുരം കാട്ടാക്കടയിലെ ബേക്കറിയിലെ ജ്യൂസിൽ ഷിഗല്ല ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. കാർത്തിക ബേക്കറിയിൽ തയ്യാറാക്കിയ ജ്യൂസിലാണ് ലാബിലെ പരിശോധനയിൽ ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.